സർ 2013 സർ ലേക്ഷോർ ഹോസ്പിറ്റലിൽ ഡോക്ടർ റോയിനെ കാണാൻ വരുന്നത്. അപ്പോൾ അന്ന് എന്ത് ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് സർ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്നത്? 2013 വരുമ്പോഴേ കണ്ടീഷൻ മഹാമോശമായിരുന്നു. എനിക്ക് ഭക്ഷണം ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല. അത് കുടിച്ചു കഴിഞ്ഞാൽ അത് വെളിയിലേക്ക് തന്നെ വരും. അങ്ങനെ ഒരു 5-6 മാസം വളരെയധികം കഷ്ടപ്പെട്ടു. ഭക്ഷണം കഴിക്കാൻ പറ്റാതായിപ്പോയി. രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ നമ്മളത് വൊമിറ്റ് ചെയ്യും. അങ്ങനെ ഒരു 6 മാസക്കാലത്തോളം ഒരുപാട് സഫർ ചെയ്തു. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ വരുന്നത്. 6 മാസം ശരിക്കും ഉറങ്ങിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാനും എൻ്റെ വൈഫും കുറേ സഫർ ചെയ്തത്. അപ്പോഴാണ് ഡോക്ടർ, ഞാൻ വീണ്ടും ഈ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ നമുക്കൊന്നുകൂടെ ബേറിയം എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ബേറിയം എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് ഈ അസുഖം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡോക്ടർ പറഞ്ഞ പേര് അക്ലേഷ്യ കാർഡിയ എന്നാണ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു, ഇതിന് ഈ രോഗത്തിന് പല ചികിത്സയുണ്ട്, പക്ഷേ ഒരു പുതിയ ചികിത്സ അദ്ദേഹം തന്നെ, എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ അത് കണ്ടുപിടിച്ചാണെന്ന് തോന്നുന്നു. അതിൻ്റെ പേര് പോയം എന്ന് പറയും. അപ്പം ഞങ്ങൾ ഓണത്തിനടുത്തായിരുന്നു ഞാൻ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓണം കഴിഞ്ഞ് വരാം. അപ്പോൾ അതുവരെ കഴിക്കാനുള്ളൊരു മരുന്ന് തന്നു ഡോക്ടർ. ആ ടാബ്ലറ്റ് കഴിച്ച് കഴിയുമ്പോഴേ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കുറച്ച് ദിവസത്തേക്ക്. എന്നിട്ട് ഓണം കഴിഞ്ഞൊരു ദിവസം വന്ന് അഡ്മിറ്റായി. പിറ്റേ ദിവസം തന്നെ അത് ചെയ്തു. 2-3 ദിവസം ഇവിടെ കിടന്നുള്ളൂ. പക്ഷെ അതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് 10 വർഷം ആകാൻ പോകുന്നു. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഭക്ഷണം കഴിക്കുന്നതിന്. വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമുണ്ട്. ഇന്നും എൻഡോസ്കോപ്പി എടുത്ത് നോക്കി വളരെ ക്ലിയറാണ്, എല്ലാം നോർമലാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പം ഡോക്ടറോട് എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാകില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് പരിപൂർണ്ണ വിശ്വാസമാണ് ഡോക്ടറെ. ലേക്ഷോർ ഹോസ്പിറ്റലിലാണ് 2013 ആദ്യമായിട്ട് പോയെന്നുള്ള ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു രോഗത്തിന് വേണ്ടിയുള്ള ചികിത്സയിൽ നിന്ന് എന്തായിരുന്നു ഇതിൻ്റെ ഒരു വ്യത്യാസം? എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അത് നമ്മൾ പരീക്ഷിക്കാൻ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ തിരഞ്ഞെടുക്കാൻ? ശശിധരൻ പിള്ളയ്ക്ക് 2013 പോയം എന്ന പുതിയ പ്രൊസീജിയർ കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്തത് ഇദ്ദേഹത്തിനാണ്. ഞാനത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തോട്, ഇത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അന്ന് ഈ സൗത്ത് ഇന്ത്യയിൽ ആരും ചെയ്യുന്നില്ല. ആ പാടെ ചെയ്യുന്നത് ഹൈദരാബാദിലും ബോംബെയിലുമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ധൈര്യപൂർവ്വം തന്നെ സമ്മതിച്ച് വന്ന് ചെയ്തു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴും പുള്ളിയുടെ ആ ചെയ്തത് വളരെ, ഇന്നും ഞാൻ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയോ 10 വർഷത്തിന് ശേഷവും വളരെ ഭംഗിയായിട്ട് തന്നെ അത് ഇറ്റ്സ് ഫങ്ഷനിങ്, ഒരു പ്രോബ്ലവും വന്നിട്ടില്ല. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് ആ പ്രൊസീജിയർ തിരഞ്ഞെടുക്കാൻ കാര്യം, അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ ഈ സിറ്റുവേഷൻ എല്ലാം വെച്ചിട്ട് നമ്മൾ ഒരു മിനിമലി ഇൻവേസീവ് സർജറിയാണ്. പോയം എന്ന് പറയുന്നത് നമ്മൾക്ക് പുറമേ സ്കാറൊന്നുമില്ല, അതെല്ലാം എൻഡോസ്കോപ്പിക്കിടെയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അത് നമ്മൾ അന്ന് ഇദ്ദേഹത്തിന് ചെയ്യുമ്പോൾ 60 വയസ്സുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തിട്ട് 92 വരെ പ്രായമുള്ള ആളിനെ വരെ ചെയ്തു. അപ്പം അദ്ദേഹവും വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്നത്. 85 വയസ്സ്, 92 വയസ്സ്, 80 വയസ്സ്, അങ്ങനെ പല ഒരുപാട് പ്രായമുള്ളവർക്ക് ഈ ബുദ്ധിമുട്ട് കാരണം ഭക്ഷണം കഴിക്കാൻ മേലാത്തവർക്ക് നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം വളരെ സന്തോഷം. താങ്ക് യു സർ. സാറിനോട് എൻ്റെയും സന്തോഷപൂർവ്വം താങ്ക്സ് വീണ്ടും പറഞ്ഞുകൊള്ളുന്നത്. കാരണം ഇത് വളരെ ബുദ്ധിമുട്ടിയായിരുന്നു ഞാൻ ഈ അസുഖമായിട്ട്. പിന്നെ സാറിത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സാറിലുള്ള പരിപൂർണമായ വിശ്വാസം, അതിനു മുമ്പ് നമ്മൾ ഇവിടെ വന്നിട്ട് ഡോക്ടറെ കണ്ടുള്ള പരിചയം, എനിക്ക് സാറിൻ്റെ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് പക്ഷേ ആ വിശ്വാസം വളരെ മനോഹരമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ആ ഓപ്പറേഷൻ കഴിഞ്ഞൊരു മൂന്നാമത്തെ ദിവസം പോലും ഞാൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അതാണ് എൻ്റെ ഒരു ഗുണം. അതെ. ഇന്നും അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാർ, ഇപ്പോൾ അന്ന് ഡോക്ടർ സാറിനോട് പറഞ്ഞു ഈ പോയം എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയാണ് ചെയ്യാൻ പോണതെന്ന്. അപ്പോൾ അത് ആദ്യമായിട്ട് ചെയ്യാണ് എന്നുള്ളത് ഒരു പറയുന്നിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ സാറിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു
ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്? മീൻസ് പേടി ഉണ്ടായിരുന്നോ അത് ചെയ്യാൻ? ശരിക്കും പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടി കേട്ടോ, സത്യം പറയാണ് കേട്ടോ. ഞാൻ ഒന്നാമത് ഒരുപാട് ഭക്ഷണം കഴിക്കും, ഒരു ഭക്ഷണപ്രിയനായിരുന്നു ഞാൻ. പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അദ്ദേഹം അത് വിശദീകരിച്ചത്, ഡോക്ടർ അത് ഇങ്ങനെ ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ് ഇന്നതാണ്, പോയം എന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ എനിക്കതിനകത്തൊന്നും തോന്നിയില്ല. കാരണം ഒന്നാമത് ഡോക്ടറുള്ള വിശ്വാസം, പിന്നെ ഡോക്ടറെ എടുത്തു പറഞ്ഞൊരു കാര്യം, യാതൊരു വേദനയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു, വേദനയില്ലല്ലോ. അതുപോലെ ഇപ്പോൾ ഈ 2013 അത് ചെയ്തു, ഇപ്പോൾ 2023 എത്തുന്നു നമ്മൾ. അപ്പോൾ 10 വർഷം അതിന് ശേഷമുള്ളൊരു ലൈഫ് എങ്ങനെയായിരുന്നു? വളരെ സന്തോഷം. കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടേ ഇല്ല. പിന്നെ വളരെ ആ അസുഖത്തിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ 6 മാസം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക സന്തോഷമില്ലേ, അത് വളരെ കൂടുതൽ അനുഭവിക്കുന്ന ഒരാളാണ് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്. ഈ ഡോക്ടറുടെ ഈ അസുഖത്തെക്കുറിച്ചുള്ള വിശദീകരണവും ഞാൻ അതിന് ശേഷം പലരോട് ചോദിച്ചപ്പോഴേ വളരെ അത്ഭുതകരമാണ് എന്ന് പറഞ്ഞ ആ ഒരു അനുഭവം അത് സന്തോഷകരമായ കാര്യമാണ്. എനിക്കിതുവരെ പിന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ പഴയതുപോലെ നമ്മൾ ഒരുപാട് പെട്ടെന്ന് വാരി വലിച്ച് ഉണ്ടല്ലോ ഒരു സ്റ്റൈല്, ആ സ്റ്റൈലിൽ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി, പല അസുഖങ്ങളും മാറില്ല. ഈ വാരി വലിച്ച് കഴിക്കുമ്പോൾ ദഹനക്കുറവുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നതുകൊണ്ട് ദഹനത്തിനും പ്രശ്നമില്ല. അങ്ങനെ വളരെ വളരെ നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട്.